ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ നിന്ന് 14 കോടി ആളുകളെയാണ് ആ ടേബിളിൽ നിന്ന് മാറ്റിയത്. 10 വർഷക്കാലത്തെ UPA ഭരണം നിരവധിയായ പദ്ധതികളിലൂടെ രാജ്യത്ത് വികസനമുണ്ടാകുകയും സാമ്പത്തിക വികസനമുണ്ടാകുകയും നികുതി വരുമാനം വർദ്ധിക്കുകയും ചെയ്തു. ആ പണം പൂർണ്ണമായി സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കി സാധാരണക്കാരന്റെ പോക്കറ്റിൽ ആ പണം എത്തിച്ചു കൊടുത്തിട്ടാണ് ഈ മാറ്റം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് രാജ്യത്തുണ്ടാക്കിയത്. ഇന്ന് ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുകയാണ് സംഘപരിവാർ ശക്തികൾ. ഇന്ത്യ മുന്നണി ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അതിന് ബാലാരിഷ്ടതകളൊക്കെ ഉണ്ട്. പക്ഷെ ആ ബാലാരിഷ്ടതകളെല്ലാം മറികടന്നുകൊണ്ട് വർഗീയതയെയും ഫാസിസത്തെയും നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടണം എന്നുള്ള ഗൗരവത്തോടു കൂടി തന്നെ ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര വീണ്ടും ഒരു ചരിത്ര സംഭവമായി മാറും. അതിന്റെ പ്രചരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ജാഥ കടന്നുപോകാത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതിന്റെ പ്രചരണങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ ഇത് ആരംഭം കുറിച്ച മണിപ്പൂരിലെല്ലാം നേരത്തെ തീരുമാനിച്ച സ്ഥലത്ത് അനുമതി പോലും കൊടുക്കാതെ ഈ ജാഥയെ തുടക്കത്തിൽ തന്നെ തടസ്സപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങളാണ് മണിപ്പൂരിലും ആസാമിലും എല്ലാമുള്ള BJP ഗവൺമെന്റുകൾ ചെയ്യുന്നത്. അതിനെല്ലാം അവരുടെ തടസ്സങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ MLA ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത്? എന്ത് ന്യായമാണ്? എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത്? അതുപോലെ തന്നെയല്ലേ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ചിരുന്നാണ് അതിനെ എതിർക്കുന്നത്. ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ്, അതിന് ആനന്ദം കണ്ടെത്തുകയാണ്. അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത് കേരളത്തിലുടനീളം. നിരവധി